ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കടന്നു വരുമ്പോൾ രണ്ട് രീതിയിലേക്കാണ് മനുഷ്യൻ പരിവർത്തിക്കപ്പെടുക. ചില ആളുകൾ അനുഗ്രഹം കിട്ടുന്തോറും താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾ അനുഗ്രഹം കൂടുന്തോറും അഹങ്കാരികളും ധിക്കാരികളും തോന്നിയവാസികളുമായി അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യനിലുള്ള രണ്ട് തരത്തിലുള്ള സ്വഭാവക്കാരാണ്. അധികാരത്തിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ്. ചില ആളുകൾക്ക് അള്ളാഹു അധികാരം കൊടുക്കുമ്പോൾ അവർ പാടെ അധപ്പതിച്ചു പോകും. ചില ആളുകൾക്ക് അള്ളാഹു അധികാരം കൊടുക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ വിനയത്തിലേക്കും അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്കും മാറിപ്പോയി. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ആലി ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മുൽക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ അള്ളാഹു പറയുന്നത് അധികാരങ്ങളുടെ അധികാരി അള്ളാഹുവാണ്. അവനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവരെ അധികാരത്തിന് നിറക്കുന്നതും അവനാണ്. ഇസ്സത്ത് നൽകുന്നവനും ദില്ലത്ത് നൽകുന്നവനും ഔന്നത്യവും ഔചിത്യവും അന്തസ്സും നൽകുന്നവനും നിന്ദ്യതയും നീചതയും നികൃഷ്ടതയും നൽകുന്നവനും അള്ളാഹുവാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അധികാരത്തിന്റെ വിഷയം നാം എടുക്കുമ്പോൾ ലോകത്തെ എത്ര ധിക്കാരികളായ ഭരണാധികാരികളായാലും ആ ഭരണാധികാരികളെല്ലാം അധികാരത്തിൽ ഏറ്റുന്നവൻ അല്ലാഹുവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫിർഔൻ അല്ലാഹു അധികാരം കൊടുത്തപ്പോൾ അവൻ ഏത് രീതിയിലേക്കാണ് മാറിയത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുഖ്റുഫിന്റെ 51-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു ഫിർഔനിന്റെ കൊടിയ അഹങ്കാരത്തെയും ധിക്കാരത്തെയും നമുക്ക് വിവരിച്ചതിനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ അടുത്ത് ദാവത്തുമായി വന്നപ്പോ മൂസാ നബിയെ കുറിച്ചും തന്റെ അനുയായികളോട് അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന മതത്തെക്കുറിച്ചും പടച്ചോനെ കുറിച്ചും എല്ലാം ഫിർഔൻ പറഞ്ഞ വാക്കുകൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞതിനാണ്. ഫിർഔൻ പറയാണ്, വനാജാ ഫിർഔനു ഫീ ഖൗമിഹി, ഫിർഔൻ അവന്റെ സമുദായത്തെ വിളിക്കുകയാണ്, അവന്റെ അനുയായികളെ വിളിക്കുകയാണ്, ആളുകളെ വിളിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഖാല യാ ഖൗം, എന്റെ സമുദായമേ, അലൈസ ലീ മുൽക്കു മിസ്ർ, ഈ മിസ്റിന്റെ അധികാരം എനിക്കല്ലേ, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ, ഈ അധികാരത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഈ മിസ്റിന്റെ അധികാരത്തിൽ എന്നെ കവച്ചു വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ കാണുന്ന നദികളെല്ലാം ഒഴുകുന്നത് എന്റെ കാലിനടിയിലല്ലേ, എന്റെ അധികാരത്തിന്റെ കീഴിലല്ലേ? ഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അം അന ഖൈറുൻ മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവൻ പറയുകയാണ്, ഞാനാണോ നല്ലത്, അതല്ല നീചനായ നിന്ദ്യനായ ഈ പറയുന്ന മൂസയാണോ നല്ലത് എന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണോ നല്ലത് എന്ന് ഫിർഔൻ അതാ ചോദിക്കുകയാണ്. വലാ യകാദു യുബീൻ, അവന് നേർക്ക് നേരെ സംസാരിക്കാൻ പോലും അറിയില്ല. മൂസാ നബിയെ കുറിച്ച് പറയാൻ, നേർക്ക് നേരെ സംസാരിക്കാൻ അറിയാത്ത, ഈ ഒന്നിനും കൊള്ളാത്ത, ആരും ചോദിക്കാനും പറയാനില്ലാത്ത ഈ മൂസയാണോ നല്ലത്, അതല്ല ഫിർഔൻ ഈ ഈജിപ്തിന്റെ മിസ്റിന്റെ അധികാരമുള്ള എല്ലാ സ്വേച്ഛാധികാരമുള്ള ഞാനാണോ നല്ലത് എന്ന് ഫിർഔൻ ചോദിച്ചതായി സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാണ്. ഇത് ഫിർഔന് അധികാരം കിട്ടിയപ്പോഴുള്ള അവസ്ഥയാണ്. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമ്മൾ ഈ മിമ്പറിൽ തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സിറിയയുടെ ഷാമിന്റെ അധികാരം ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ട് അവിടെയുള്ള വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറി ആ നാട്ടിലെ സുന്ദരമായ നയനാനന്ദകരമായ കാഴ്ചകൾ, ആ പച്ചപ്പും കൃഷിയിടങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ കണ്ട് അതുകൊണ്ട് ഇങ്ങനെ മനസ്സിനിങ്ങനെ ആനന്ദം തോന്നാൻ തുടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്, ഫിർഔൻ പറഞ്ഞെന്താണ്, എന്റെ കാലിന്റെ കീഴിലാണ് എല്ലാം എന്നാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്, സൂറത്തുൽ ദുഖാനിലെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ദുഖാനിലെ 24 മുതൽ 25, 26, 27 വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാണ് ചെയ്തത്. എന്താ അദ്ദേഹം പറഞ്ഞത്? കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ
പദ്ധതികളാണ്, എത്രയെത്ര കൃഷിയിടങ്ങളാണ്, എത്രയെത്ര മണിസൗധങ്ങളാണ് ഇന്നലെ അധികാരികൾ വിട്ടേച്ചു പോയത് എന്ന്. തനിക്ക് ഈ കിട്ടിയ അധികാരം ഒരിക്കലും ശാശ്വതമായിട്ടുള്ളതല്ല, ഒരിക്കലും നശിക്കാത്തതല്ല എന്ന് സ്വന്തം മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഉമറിനും അധികാരം നൽകിയവൻ അള്ളയാണ്, ഫിർഔനിനും അധികാരം നൽകിയവൻ അള്ളയാണ്, നമ്രൂദിന് അധികാരം നൽകിയവൻ അള്ളയാണ്, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനും അധികാരം നൽകിയവൻ അള്ളയാണ്, ഹാറൂനിനും ഹാമാനിനും ഹാറൂനിനും അധികാരവും സമ്പത്തും നൽകിയവൻ അല്ലാഹുവാണ്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനും അധികാരം നൽകിയവൻ അല്ലാഹുവാണ്. നബിയേ പറയുക, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, അല്ലാഹുവേ അധികാരങ്ങളുടെ അധികാരിയായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവരെ നീ അധികാരത്തിലേറ്റുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ അധികാരത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്യുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു. നീയാണ് റബ്ബേ എല്ലാത്തിനും കഴിവുള്ളവൻ, നീയാണ് സർവശക്തൻ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ചരിത്രത്തിൽ ധിക്കാരികളായ ഒരുപാട് അഹങ്കാരികളായ അധികാരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ കാലഘട്ടം തൊട്ട് തന്നെ അധികാരികളായ ആളുകളുടെ ധിക്കാരത്തെ കുറിച്ച് പടച്ച റബ്ബ് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്യുമ്പോ, അദ്ദേഹം പ്രബോധനം നടത്തുമ്പോ, ആ നൂഹ് നബിയോട് ഫഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമുദായത്തിലെ അവിശ്വാസികളായ അധികാരികൾ, അവിശ്വാസികളായ പ്രമാണിമാർ അദ്ദേഹത്തോട് പറയുകയാണ്, മാനറാക ഇല്ലാ ബശറൻ മിത്ലനാ, നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലാതെ മറ്റൊന്നുമല്ല, നിനക്ക് പ്രവാചകത്വമില്ല, നീ വാദിക്കുന്നത് കളവ് മാത്രമാണ്. നിന്നെ പിൻപറ്റുന്നതാകട്ടെ ഈ സമുദായത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും പിറകിലുള്ള ആളുകളാണ് നിന്നെ പിൻപറ്റുകയും ചെയ്യുന്നത്. നിന്നിൽ ഞങ്ങൾ ഒരു പ്രത്യേകതയും കാണുന്നില്ല, നിങ്ങളിൽ ഞങ്ങളൊരു ശ്രേഷ്ഠതയും കാണുന്നില്ല, ഞങ്ങളെക്കാൾ ഒരു പ്രത്യേകതയും കാണുന്നില്ല. നിങ്ങൾ കളവ് പറയുന്നവരാണ് എന്നാണ് ഞങ്ങൾ ശക്തമായി ഊഹിക്കുന്നതും വിചാരിക്കുന്നതുമെന്ന് അധികാരി വർഗം ആദ്യമായി തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ സമുദായത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ദുർനടപ്പ് എന്താണെന്ന് വെച്ചാൽ അവർ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുമെന്നതാണ്. അവരോട് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തിയപ്പോ അദ്ദേഹത്തോട് ഈ അധികാരി വർഗം പറഞ്ഞതെന്താണ്, മലക പറഞ്ഞതെന്താണ്, ഖാലൂ യാ ശുഐബ്, അല്ലയോ ശുഐബേ, അസ്സലവാതുക, നിന്റെ നമസ്കാരമാണോ, നീ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിന്റെ നമസ്കാരമാണോ, തഖ്മുറുക അൻ നത്രുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫഅലു ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബത്തെ തള്ളിപ്പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ, അതല്ല ഞങ്ങളുടെ സമ്പത്തിൽ തോന്നിയതുപോലെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടയിടാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? ഇന്നക അൻതൽ ഹലീമുർ റഷീദ്, നീ വല്ലാത്ത സത്യസന്ധനും വല്ലാത്ത പാവത്താനുമായി പോയല്ലോ എന്ന് പറഞ്ഞ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ, ശുഐബ് നബിയെ കളിയാക്കാൻ മുന്നിലുണ്ടായിരുന്നത് ആ സമുദായത്തിലെ അധികാരി വർഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോ, അതുപോലെ തന്നെ മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോ, സാലിഹ് നബിയുടെ ചരിത്രം പറയുമ്പോ, ഹൂദ് നബിയുടെ ചരിത്രം പറയുമ്പോ, നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ, റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം മലയിനെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. മല എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ അധികാരി വർഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ഈ അധികാരികൾ നടത്തുന്ന സകല തോന്നിയവാസങ്ങൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ആ നാട്ടിലെ പ്രമാണിമാരാണ് മല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ധിക്കരിക്കാനും അവരെ നാടുകടത്താനും അവരെ കൊന്നുകളയാനും അവരെ ബഹിഷ്കരിക്കാനുമെല്ലാം
മുന്നിലുണ്ടായിരുന്നത് അധികാരി വർഗങ്ങളുടെ കൂടെ ഈ മല ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ധിക്കാരികളായത് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അധികാരി വർഗത്തിന്റെ അടിച്ചമർത്തലുകളും അതുപോലെ തന്നെ അക്രമങ്ങളൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയെന്നല്ല, ചരിത്രാതീത കാലം തൊട്ട്. പക്ഷേ അവരുടെ പര്യവസാനം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീരിട്ട് ചുട്ടുകരിക്കാൻ തീരുമാനിച്ച അധികാരിയുടെ പേരെന്താണ്? നമ്രൂദ് എന്ന്. ആ നമ്രൂദ് ഇബ്രാഹിം നബിയുമായി നടത്തിയ സംവാദം വരെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഈ നമ്രൂദിന്റെ മരണം എങ്ങനെയാണെന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായയിൽ കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്രൂദ് മരിച്ചത്? നമ്രൂദിന്റെ മൂക്കിലൂടെ ഒരു ഈച്ച കയറി എന്നാണ്. ഒരു ഈച്ച നമ്രൂദിന്റെ മൂക്കിലൂടെ കയറിയിട്ട് അത് തലയിലേക്ക് എത്തി. തലക്കുള്ളിൽ വെച്ചത് വർഷങ്ങളോളം മുരണ്ടു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവസാനം സകല ചികിത്സയും നടത്തി. ആ ലോകത്തെ ഏറ്റവും വലിയ രാജാവാണ് നമ്രൂദ്. ഒരു ചികിത്സയും ഫലിക്കാതെ വേദനിച്ച് അവസാനം ആ കാലഘട്ടത്തിലെ ചികിത്സകന്മാർ നമ്രൂദിന് നിർദ്ദേശിച്ച ചികിത്സ എന്താണെന്ന് വെച്ചാൽ ചുറ്റിക കൊണ്ട് തലക്കടിക്കുക എന്നുള്ളതാണ്. ചുറ്റിക കൊണ്ട് തലക്കടിക്കുക എന്നതാണ് അയാൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ചികിത്സ. അങ്ങനെ വർഷങ്ങളോളം ആ ചുറ്റികയുമായി തലക്കടി കൊണ്ടുകൊണ്ട് ആ മനുഷ്യൻ ആ രീതിയിലാണ് ചത്തുപോകുന്നത് എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായയിൽ സ്വീകാര്യമായ രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. നമ്രൂദിന്റെ പര്യവസാനം അങ്ങനെയായിരുന്നു. നമ്രൂദിന്റെ ആ ഒരു സംവാദം വിവരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വിഷയം എന്തറിയോ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ളാലിമീങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കില്ല. അക്രമകാരികളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഇത് വല്ലാത്തൊരു വാക്കാണ്. അക്ഷരാർത്ഥത്തിൽ ആധുനിക കാലത്ത് നടന്ന അക്രമങ്ങളുടെ രചയിതാക്കളായ അതിന്റെ ചുക്കാൻ പിടിച്ച അധികാരികളുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ പോലും പരിശുദ്ധ ഖുർആനിലെ ഒരു വാക്കിന് എത്ര വലിയ അർത്ഥമുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറഞ്ഞ നമ്മളിങ്ങനെ ഒഴുക്കം പട്ടിക ഓടിപ്പോറുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. എന്താണ് ഈ ളാലിമീങ്ങളെ നേർവഴിയിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പടച്ചവൻ അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരുപാട് മനുഷ്യന്മാരെ കൊന്ന് ഒരുപാട് മനുഷ്യന്മാരുടെ അതേ അവകാശങ്ങളും എല്ലാം കവർന്നെടുത്തിട്ട് അവസാനം ആ മനുഷ്യൻ മുസ്ലിമായി പശ്ചാത്തലം സ്വർഗത്തിലേക്ക് പോകുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു പരിധിക്കപ്പുറത്ത് അക്രമം ചെയ്ത മനുഷ്യർക്ക് നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്രൂദിന് മരണം വരെ ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, തൗബ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നന്നാവാൻ കഴിഞ്ഞിട്ടില്ല. ഫിർഔൻ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്നാണ്, ഞാനാണ് പടച്ചോനെന്നാണ്. അവസാനം ഫിർഔൻ മുങ്ങിച്ചാവുന്ന സമയത്താണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. അവ പറയുന്നുണ്ട്, ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂണിന്റെയും രക്ഷിതാവിൽ ഞാനിത് വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അതൊരു ഉപകാരവുമില്ലാത്ത വിശ്വാസമാണ്. കാരണം രണ്ട് സന്ദർഭങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഈമാൻ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ തൗബ കൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒന്നെന്താണ്? അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തലാണ്. രണ്ട്, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കലാണ്. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ അയാൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ജീവിക്കുമ്പോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് കണ്ടാൽ തൗബ ചെയ്തിട്ടും ഇസ്ലാം സ്വീകരിച്ചിട്ടും കാര്യമില്ല. ഇത് രണ്ടും എത്തിയാൽ എല്ലാ മനുഷ്യരും തൗബ ചെയ്യും, എല്ലാ മനുഷ്യരും വിശ്വസിക്കും, എല്ലാ മനുഷ്യരും നന്നാവും. അതുകൊണ്ടൊരു കാര്യവുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഫിർഔനിന്റെ ആ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, ഇപ്പോഴാണോ നിനക്ക് ബോധം വരുന്നത്? ഇപ്പോഴാണോ നിനക്ക് തിരിച്ചറിവുണ്ടാകുന്നത്? ഫിർഔൻ വഖദ് അസ്വൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ. നീ ഇതിന്റെ മുമ്പ് എത്ര വലിയ ധിക്കാരിയായിരുന്നു, എത്ര വലിയ അനുസരണക്കേട് കാണിച്ചവനായിരുന്നു, നീ ഭൂമിയിൽ മുഴുവൻ ഫസാദ് ഉണ്ടാക്കി നടന്നില്ലേ എന്ന് ചോദിച്ച ആ ഫിർഔനിന് ഇടിവെട്ട് ഏറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ചെങ്കടലിലേക്ക് മുങ്ങിത്താഴുന്ന ഫിർഔനിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ അധികാര കസേരയിൽ എളിഞ്ഞിരുന്ന നിന്റെ ആ സമുദായത്തിന് നിന്റെ ശവം ഞാൻ കാണിച്ചു കൊടുക്കും, നിന്റെ മയ്യിത്ത് ഞാൻ കാണിച്ചു കൊടുക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ധിക്കാരികളായി പ്രവർത്തിച്ചു പോന്ന ഈ അധികാരികളുടെ എല്ലാം അവസാനം വളരെയധികം വേദനാജനകമായിരുന്നു, വളരെയധികം ദയനീയമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അബ്രഹത്താരായിരുന്നു?
അബ്രഹത്തിന്റെ പട്ടാളം എന്തായിരുന്നു? ആ അബ്രഹത്തിന്റെ പട്ടാളം യമനിൽ നിന്ന് പുറപ്പെടുമ്പോ അവര് മനസ്സിൽ വിചാരിച്ചത് എന്തായിരുന്നു? അവസാനം അല്ലാഹു എങ്ങനെയാക്കി തിരിച്ചത്? ഒരിക്കലും നേരിടാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മാറി നിന്ന ഖുറൈശികൾക്ക് ആ മാമലക്ക് മുകളിൽ വെച്ച് ലോകത്ത് ആദ്യമായി നടന്ന വ്യോമാക്രമണം കാണാൻ സാധിച്ചു എന്നതാണ്. നമ്മൾ വ്യോമാക്രമണത്തെ കുറിച്ചും ഷെല്ലാക്രമണങ്ങളെ കുറിച്ചും മിസൈൽ ആക്രമണങ്ങളെ കുറിച്ചും എല്ലാം കേൾക്കുമ്പോ, പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോ ലോകത്ത് ആദ്യമായി നടന്ന വ്യോമാക്രമണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു അക്ബർ. ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കാൻ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ അടുത്തേക്ക് വന്ന അബ്രഹത്തിനും പട്ടാളത്തിനും നേരിടേണ്ടി വന്നത് ഒരിക്കലും തുല്യത കാണാൻ സാധിക്കാത്ത പരാജയവും നിന്ദനയുമാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, ജംഗിസ് ഖാനെ നമുക്കറിയാം. പെണ്ണിന്റെ തലയോടുകൊണ്ട് പിരമിഡുകൾ ഉണ്ടാക്കിയ, ആണിന്റെ തലയോടുകൊണ്ട് പിരമിഡുകൾ ഉണ്ടാക്കിയ, കുട്ടികളുടെ തലയോടുകൊണ്ട് പിരമിഡുകൾ ഉണ്ടാക്കിയ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ചോരക്ക് ജീവന് വില പറഞ്ഞ, മുസ്ലിം സമുദായം പതിറ്റാണ്ടുകൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ അറിവുകളുടെ ശേഖരമായ ബഗ്ദാദിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച് നദിയിലേക്ക് ഒഴുക്കി, അതിന്റെ മഷി കാരണം നദിയിലെ വെള്ളം പോലും കറുപ്പ് നിറമടിക്കുമാറ് അക്രമം ചെയ്ത ജംഗിസ് ഖാന്റെ മുന്നിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ ജംഗിസ് ഖാന് ഇസ്ലാമിനോട് ആകർഷണം തോന്നിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കേട്ടപ്പോ ഇസ്ലാം സ്വീകരിക്കണം എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം ജംഗിസ് ഖാൻ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ അയാൾ വീണ്ടും തിരിച്ചുപോയി. അയാൾ വീണ്ടും അയാളുടെ കുഫറിലേക്ക് തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ളാലിമുകളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല എന്നതാണ്. കാരണം ജംഗിസ് ഖാനൊക്കെ നടത്തിയ അക്രമം തുല്യതയില്ലാത്തതാണ്. ഇന്നും ചില പഠനങ്ങൾ പറയുന്നത് ലോകത്ത് 200 മനുഷ്യരെടുത്താൽ അതിലൊരാൾക്ക് ജംഗിസ് ഖാന്റെ ജിനിയോളജി ആയിട്ട് ബന്ധമുണ്ടാവുന്നതാണ്. ജംഗിസ് ഖാന്റെ വംശപരമ്പരയിൽ അത്രത്തോളം സ്ത്രീകളെ അയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അത്രത്തോളം സ്ത്രീകളുടെ മാനത്തിന് അയാൾ വില പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം മനുഷ്യരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അയാൾ ആദ്യമായി മുസ്ലിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുമ്പോ ആദ്യമായി വരുന്നത് മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ള ദർസ് നടത്തിയിരുന്ന ആ പള്ളിയിലേക്കാണ്. എന്നിട്ട് നേരെ മിമ്പറിലേക്ക് കയറിയിട്ട് മുസ്ലിങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് മുസ്ലിങ്ങളെ നേരെയുള്ള നരനായാട്ട് തുടങ്ങുന്നത്. ആ മനുഷ്യൻ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടും അത് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഹിദായത്ത് നൽകിയില്ല. നമ്രൂദിന് നൽകാത്തതുപോലെ, ഫിർഔന് നൽകാത്തതുപോലെ, ഹാമാന് നൽകാത്തതുപോലെ, ഹാറൂന് നൽകാത്തതുപോലെ ഈ പറയുന്ന ജംഗിസ് ഖാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യക്കൊലയുടെ ചരിത്രം ലഭിച്ച ഹിറ്റ്ലറുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അയാൾ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളുമായി പല ബന്ധങ്ങളും അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടും അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടും ആ മനുഷ്യന് ഇസ്ലാമിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അയാളുടെ മരണം എത്രമാത്രം നിന്ദ്യമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് തലയോട്ടിയിലേക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് തലയോട്ടിയിലേക്ക് ഉതിർത്തുകൊണ്ട് വളരെ ദയനീയമായ രീതിയിൽ മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ ഇനി ബാക്കി പരലോകത്തും അനുഭവിക്കാൻ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ ചരിത്രം വിശദീകരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ അധികാരികൾക്ക്, അക്രമികളായ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴി കാണിച്ചു കൊടുക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഫിർഔന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്? എന്തിനാണ് നമ്രൂദിന്റെ ചരിത്രം നമുക്ക് അല്ലാഹു പറഞ്ഞു തരുന്നത്? എന്തിനാണ് പരിശുദ്ധ ഖുർആനിൽ ഖാറൂനിന്റെയും ഹാമാനിന്റെയും ചരിത്രം അല്ലാഹു പറഞ്ഞു തരുന്നത്? അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഫിർഔനിന്റെ അടുത്തേക്ക് ദഅവത്തുമായി കടന്നു ചെല്ലാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോ മൂസാ നബി സീനാ പർവതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു, കിബിത്തി വംശത്തിൽ, കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടാണ് ഞാൻ ഈജിപ്തിൽ നിന്ന് നാട് വിട്ടത്. എന്റെ സാന്നിധ്യം അറിഞ്ഞാൽ ആ വംശ
വംശം അവിടെ ഇളകിമറിയും, അവിടുത്തെ അധികാരികളുടെ ജീവന് വില പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന ആദിയുമായി മലയിറങ്ങുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയാണ്, എന്താണ് പറയുന്നത്? വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. മൂസാ, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഓർമ്മയില്ലാത്ത, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നിനക്ക് നടക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ ഇതേ അധികാരി വർഗത്തിന്റെ, നീ ഇന്ന് പേടിക്കുന്ന ഇതേ കോപ്റ്റിക് വംശത്തിന്റെ ക്രൂരമായ വാൾത്തലപ്പിൽ നിന്ന് ഞാൻ നിന്നെ വളരെ സുന്ദരമായി സംരക്ഷിച്ചിട്ടുണ്ട്. ഏതാണ് സന്ദർഭം? ദുർബലയായ, അബലയായ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചിട്ട് ഇസ്രായേലി സന്തതികളിൽ ജനിക്കുന്ന കുട്ടികളെ മുഴുവൻ, ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുന്ന ഫിറഔനിന്റെ പട്ടാളത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ വരവും കാത്ത് നിന്റെ ഉമ്മ പേടിച്ച് ഉറച്ചിരിക്കുമ്പോ നിന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, ഭയപ്പെടണ്ട, അവനെ ഞാൻ വളർത്തിയെടുക്കും, ഞാൻ സംരക്ഷിക്കുമെന്ന വാഗ്ദാനം നൽകി. മൂസ ഇന്ന് രണ്ട് കാലിൽ ചേർന്ന് നിന്ന് നടക്കാൻ കഴിയുന്ന പൂർണ്ണ മനുഷ്യനായി നീ വളർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് നൽകിയ സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് നീ ധൈര്യമായി പോയിക്കോ. ഫിറഔനിന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് നീ പോയി നിന്നെ ഞാൻ ഏൽപ്പിച്ച ഈ ദൗത്യം നീ വിളംബരം ചെയ്താൽ നിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്റെ സഹോദരനോടൊപ്പമുണ്ട്. അസ്മഉ വ അറാ. നിങ്ങളുടെ ഓരോ വാക്കുകളും, നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നലകളിൽ പതനം സംഭവിച്ച ധിക്കാരികളായ അധികാരികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇന്നലെ എനിക്ക് അവരെ പതനത്തിലേക്ക് നയിക്കാൻ സാധിച്ചുവെങ്കിൽ ഇന്നും അതിന് സാധ്യമാണ്. ഇന്നും ഞാൻ അതിന് കഴിവുള്ളവനാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അധികാരങ്ങളുടെ അധികാരിയായ പടച്ചറബ് എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കണം നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു കൽപ്പിച്ചതും അതിനു വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടത്? 3 രോഗങ്ങൾ നമ്മെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. 3 രോഗങ്ങൾ ഒരിക്കലും നമ്മെ ബാധിക്കാതിരിക്കുക. ആ 3 രോഗങ്ങൾ ഷിർക്കും, ഫിർക്കും, വഹ്നുമാണ്. ഈ 3 രോഗങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ. മുസ്ലിങ്ങളിൽ ഷിർക്കുണ്ടോ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. എത്ര സൈന്യബലം ഉണ്ടായാലും, എത്ര ആണവായുധങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാലും ഷിർക്കുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ജയിക്കൂല. പ്രിയപ്പെട്ടവരെ, ജയിക്കാൻ അവർക്ക് സാധ്യമല്ല. രണ്ടാമത്തെ ഫിർഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വലാ തഫറഖൂ. നിങ്ങൾ ഭിന്നിക്കരുത്. ഫതദ്ഹബ റീഹുകും. നിങ്ങളുടെ കാറ്റ് പോയി പോകുന്നാണ് പറഞ്ഞത്. ഭിന്നതയുണ്ടാവരുത്. മുസ്ലിം ഉമ്മത്തിൽ ഐക്യമുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത്തെ രോഗം വഹ്നാണ്. ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടവും മരണത്തോടുള്ള അമിതമായ ഉറപ്പുമാണ് വഹ്നി എന്ന രോഗം. ഇതാണ് മുസ്ലിം ഉമ്മത്തിന് ലോകം മുഴുവൻ രാഷ്ട്രഭാഷാ ഭേദമന്യേ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളുടെ പൂർവ്വസൂരികളായ മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വനായകന്മാരുടെ മുന്നിൽ നിൽക്കാൻ ശത്രുക്കൾക്ക് മുട്ടിടിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ ആയുധത്തിന്റെ ബലം കണ്ടിട്ടല്ല. അവർക്കറിയാം ഈ മുന്നിൽ വന്ന് നിൽക്കുന്നവർ അവർ തിരിച്ചു പോകുന്ന വീട്ടിൽ വാക്ക് കൊടുത്തിട്ടല്ല വരുന്നത്. അവരാഗ്രഹിക്കുന്നത് ചങ്കിലെ ചോര സമർപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ പേരിൽ ഷഹാദത്ത് നേടിയെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയെ പിന്നെ എന്ത് കാണിച്ചിട്ടാണ് തോൽപ്പിക്കുക? എന്ത് അക്രമം ചെയ്തിട്ടാണ് തോൽപ്പിക്കുക? പ്രിയപ്പെട്ടവരെ, അത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ആ ഒരു മനോഭാവം ഇല്ലാതായത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, അവനവന്റെ ശത്രു കൊന്നാൽ അവൻ ഷഹീദാണ്. ഇനി അവനെ തടവറയിലിട്ടാൽ അവൻ എന്താണ്? അവിടുന്ന് അവനെ ഇബാദത്ത് കൊണ്ടുപോലും ചെയ്യാൻ കഴിയും. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ തടവിലിട്ടപ്പോ എല്ലാ വെള്ളിയാഴ്ച ദിവസം ആവുമ്പോ അത് എന്ത് ചെയ്യുന്നറിയോ? കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആ ജയിലിന്റെ വാതിൽ വരെ പോകും. പാറാവാരൻ ചോദിക്കും, എന്താ എനിക്ക് ജുമാക്ക് പോകണം, പോവാൻ പറ്റൂല, ഉള്ളിൽ പോയിക്കോ. അങ്ങനെ അദ്ദേഹം ഉള്ളിലേക്ക് പോകും. ഇതിങ്ങനെ മാസങ്ങളോളം തുടർന്നപ്പോ പാറാവുകാരൻ ഈ ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു, അല്ല ശൈഖേ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കറിയാതെ പോവാൻ സമ്മതിക്കൂല, എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റൂല, പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാ ആഴ്ചയും ഈ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ വെച്ച മഹാനുഭവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? ഇതെന്റെ കടമയാണ്.
എന്റെ റബ്ബ് എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാനിതാ ചെയ്യുന്നു. കുളിച്ചൊരുങ്ങി മാറ്റി ജുമാക്ക് പോകാൻ തയ്യാറായി ഞാൻ വാതിൽ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്നെ ഫലമായി തടയുകയാണ്. എനിക്ക് ജുമയുടെ കൂലിയും കിട്ടി, ജുമ നിസ്കരിച്ച പ്രതിഫലവും കിട്ടി, നിങ്ങൾക്ക് പടച്ചവന്റെ അടുത്ത് ശിക്ഷയും കിട്ടും. അതുകൊണ്ട് ഞാൻ എന്റെ കടമ പൂർത്തീകരിക്കുകയാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. തടവറക്കുള്ളിലായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റബ്ബും അവനും തമ്മിൽ കിട്ടുന്ന ഏകാന്തതയാണ്. അള്ളാഹുവിനെ സ്മരിക്കാനും റബ്ബിന്റെ മുന്നിൽ കരയാനും ഓർക്കാനും പരലോകത്തിന് വേണ്ടി തയ്യാറാകാനും കിട്ടുന്ന വിലമതിക്കാനാകാത്ത അനർഘ നിമിഷങ്ങളായി ആ തടവറക്കുള്ളിലെ ഇരുട്ടറകൾ പോലും അവന് വലിയ സമ്മാനമായി മാറും. തടവിലിട്ട് കഴിഞ്ഞാൽ ഇനി അവനെ നാട് കടത്തുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച അവനെ സ്വർഗം ഉറപ്പായി എന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മുഹാജിറായി അവൻ മാറുകയാണ്. ഹിജ്റ ചെയ്യുന്നവനായി അവൻ മാറുകയാണ്. പിന്നെ ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ പരാജയപ്പെടുത്താൻ സാധിക്കുക? ഏത് ടൂൾ ഉപയോഗിച്ചിട്ട് ആലോചിച്ച് നോക്ക്. ഒരു മുസ്ലിമിനെ ഏത് ടൂൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ പറ്റും? ഏത് അക്രമം ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ പറ്റും? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് ഒഴിവാക്കുക, ഭിന്നത ഒഴിവാക്കുക, വഹ്നം ഒഴിവാക്കുക. മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാണവായുധത്തിനും സാധ്യമല്ല, ഒരധികാരികൾക്കും സാധ്യമല്ല, ഒരു കോalitionനും സാധ്യമല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം അസ്ബാബുകളെ അവലംബിക്കാൻ നാം തയ്യാറാവുക, സബബുകളെ അവലംബിക്കാൻ നമ്മൾ തയ്യാറാവുക. മുസ്ലിം ഉമ്മത്തിന് ദോഷം വരുന്ന സംഗതികൾ, ആ വഴികൾ അടക്കാനുള്ള സബബുകൾ, കാരണങ്ങൾ അത് നാം ഉപയോഗപ്പെടുത്താൻ തയ്യാറാവേണ്ടതുണ്ട്. അടുത്ത ആഴ്ച നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷനാണ്, തിരഞ്ഞെടുപ്പാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ടവരെ. ആ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലനിൽപ്പിന്റെ വിഷയമായി കണ്ട് ഒരാള് പോലും ഒഴിയാതെ വീട്ടിൽ 18 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കണം. കൃത്യമായി ഗൾഫിൽ നിന്ന് വരാൻ കഴിയുന്ന ആളുകളെ എന്ത് വില കൊടുത്തും വരാൻ കഴിയുന്ന ആളുകളെ അവർക്ക് സാഹചര്യവും സന്ദർഭവും ഉണ്ടെങ്കിൽ വന്ന് വോട്ട് ചെയ്യാൻ പറയണം. ഇവിടെ വോട്ട് ചെയ്യുന്നത് ഹറാമാണ്, വോട്ട് ചെയ്യുന്നത് ശിർക്കാണ്, ജനാധിപത്യം തെറ്റാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് തടയുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. യഥാർത്ഥത്തിൽ അവർ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് നാളെ പള്ളി പൊളിക്കാനിരിക്കുന്ന, നാളെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളെ തച്ചു തകർക്കാൻ തയ്യാറായി നിൽക്കുന്ന, നാളെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ തടവിലിടാൻ തയ്യാറായി നിൽക്കുന്ന, കൂട്ടക്കൊലകൾ നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഫാസിസ്റ്റുകൾക്കാണ് അവർ സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ കേട്ട് ഒരു വോട്ട് പോലും ഈ മതേതര ചേരിയിൽ നഷ്ടപ്പെട്ടു പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി മുസ്ലിങ്ങളെ നാം ഇറങ്ങുക. സജീവമായി നമ്മുടെ ഭരണഘടന, നമ്മുടെ നിയമം നമുക്ക് നൽകുന്ന ഈ സമ്മതിദാനാവകാശം അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാവുക. ഇതാണ് സബബ്, നമ്മുടെ നിലനിൽപ്പിനുള്ള സബബ്, നമ്മുടെ ദഅവത്ത് നിലനിൽക്കാനുള്ള സബബ്. മറ്റു സമുദായങ്ങളെ പോലെയുള്ള അവകാശങ്ങളും അന്തസ്സോടും കൂടി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സബബ് ഇതാണ്. അതുകൊണ്ട് ആ സബബിനെ നാം ഉപയോഗപ്പെടുത്തുക, ആ കാരണത്തെ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തുക. അറിയുക, ഇതൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ നിയമത്തിന്റെ, നമ്മുടെ നാടിന്റെ സമാധാനത്തിന്റെ, നിലനിൽപ്പിന്റെ വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം നമ്മൾ അറിയുക, അധികാരത്തിൽ കയറ്റുന്നവനും ഇറക്കുന്നവനും അല്ലാഹു മാത്രമാണ്. അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിനരാത്രങ്ങളിൽ, രാത്രിയുടെ 3-ാം യാമങ്ങളിൽ വീടുകളിൽ നിന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥനകൾ ഉയരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ അധികാരത്തെ, ഞങ്ങളുടെ അഭിമാനത്തെ, ഞങ്ങളുടെ ചോരയെ, ജീവനെ നീ ഞങ്ങളെ വെറുക്കുന്നവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ റബ്ബേ. അനീതിയും അക്രമവും നടത്തുന്ന കാപാലികന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന്റെ ശാന്തിയും സമാധാനവും എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള മുസ്ലിങ്ങളായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله
لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ദുആയിലും ലോകത്തിന്റെ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളറിയുക, ഇസ്ലാമിന്റെ വളർച്ച യുദ്ധത്തിലോ കൊലപാതകങ്ങളിലോ മിസൈൽ ആക്രമണങ്ങളിലോ ബോംബാക്രമണങ്ങളിലോ ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഏറ്റവും കൂടുതൽ വളർന്നത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ആ സമാധാന കാലഘട്ടത്തിലാണ് രാഷ്ട്രങ്ങളിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒഴുക്കുണ്ടാകുന്നത്. അവിടെ നമ്മളുടെ ഇസ്ലാം വളരുന്നത് അധികാരത്തിലൂടെയല്ല. അങ്ങനെ അധികാരത്തിലൂടെയാണ് ഇസ്ലാം വളർന്നതെങ്കിൽ ഇന്ത്യ രാജ്യം ഇസ്ലാമിക രാജ്യമാവുമായിരുന്നു. കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത് മുഗളന്മാരാണ്. നൂറ്റാണ്ടുകളോളം ഏകദേശം 6 നൂറ്റാണ്ടോളം അവർ ഇന്ത്യ രാജ്യത്തെ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ അധികാരത്തിലൂടെയാണ് ഇസ്ലാം വളർന്നതെങ്കിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണ്. ഇന്നും ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദു സമുദായമാണ്, മുസ്ലിങ്ങളല്ല. ഇസ്ലാം ഒരിക്കലും വളർന്നത് അധികാരത്തിലൂടെയല്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ ഇസ്ലാം അതിന്റെ ആശയം കൊണ്ടും ആദർശം കൊണ്ടും കീഴടക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ആക്രമണങ്ങളിലോ യുദ്ധങ്ങളിലോ സംഘടനകളിലോ പോരാട്ടങ്ങളിലോ അല്ല ഇസ്ലാമിന്റെ വിജയവും ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയും നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് സമാധാനം കിട്ടണം, അതെവിടെയായാലും. ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ സമാധാനം കിട്ടണം, അതെവിടെയായാലും. യുദ്ധങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. കുറച്ച് നഷ്ടം പറ്റിയവരും കൂടുതൽ നഷ്ടം പറ്റിയവരും മാത്രമേ ഉള്ളൂ. യുദ്ധത്തിലായാലും 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നു. ഒരു രാജ്യം ജയിച്ചു, ഒരു രാജ്യം തോറ്റു നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു രാജ്യത്തിന് മറ്റേ രാജ്യത്തിനേക്കാൾ കുറവ് നഷ്ടം സംഭവിച്ചു, അത്രേ ഉള്ളൂ. 2 ഭാഗത്ത് ഭരിക്കുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ചതിപ്രയോഗങ്ങളുമായി മുന്നോട്ട് വരുന്ന ജൂതന്മാരുടെ കെടുതിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. ചരിത്രത്തിലെന്നും ജൂതന്മാർ വിജയിച്ചിട്ടുള്ളത് ചതിയിലൂടെ മാത്രമാണ്, വഞ്ചനയിലൂടെ മാത്രമാണ്. നമ്മുടെ മുന്നിൽ അവരവരുടെ ശത്രുക്കളായി പ്രതിഷ്ഠിക്കുന്നവർ ഒരുപക്ഷെ അവരുടെ ശത്രുക്കളാവണമെന്നില്ല. നമ്മുടെ മുന്നിൽ അവരവരുടെ മിത്രങ്ങളായി പ്രതിഷ്ഠിക്കുന്നവർ അവരുടെ യഥാർത്ഥത്തിലുള്ള മിത്രങ്ങളാവണമെന്നുമില്ല. ചരിത്രം മുഴുവൻ നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജൂതന്റെ ഒരു പ്രവർത്തനത്തെയും നമ്മൾ വിശ്വസിക്കാതിരിക്കുക. അവൻ ചതിയനാണ്, ചരിത്രത്തിൽ അവൻ വഞ്ചകനാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ ഈ ഇസ്രായേൽ ഇറാൻ പോരാട്ടമൊക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയാറുണ്ട്, ഇസ്രായേൽ. ഒരിക്കലും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹാനായ ഒരു പ്രവാചകന്റെ ഒരു അപരനാമമാണ്, മറ്റൊരു പേരാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ട് ആ പേര് നമ്മൾ അധിക്ഷേപിക്കാതിരിക്കുക. ജൂതൻ എന്ന പദം കൊണ്ട് മാത്രം നാം അഭിസംബോധന ചെയ്യുക. ഇസ്രായേൽ നമ്മളുടേതാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളുടേതാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാത പിന്തുടരുന്നവർ നമ്മളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഒരുപാട് പള്ളികൾക്കും ഒരുപാട് സ്ഥാപനങ്ങൾക്കുമെല്ലാം താങ്ങും തണലുമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് നാടുകൾ വെള്ളപ്പൊക്കം കൊണ്ടുള്ള വലിയ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള ആയിരക്കണക്കിന് പള്ളികളും 100കണക്കിന് സ്ഥാപനങ്ങളുമെല്ലാം ആ നാട്ടിൽ നിന്ന് ഒഴുകി വന്ന പണം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്, അവരുടെ പരിശ്രമം കൊണ്ട്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ 10,000-ങ്ങൾക്ക് വിതരണം ചെയ്ത ഒരുപാട് കിറ്റുകൾ, ഭക്ഷണങ്ങൾ, സഹായങ്ങൾ എല്ലാം ആ നാടുകളിൽ നിന്നായി പല വിധേന എത്തിയതാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, വിഷമഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ആ നാടുകളിലുള്ള മനുഷ്യരും ആ നാടും ഞങ്ങളെ സഹായിച്ചതുപോലെ ഈ പ്രതിസന്ധിയിൽ അവരെ നീ സഹായിക്കണേ റബ്ബേ. അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് അവരുടെ ഈ പ്രയാസവും ബുദ്ധിമുട്ടും പൂർണ്ണമായും പരിഹരിച്ച് പൂർണ്ണ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അവരെ തിരിച്ചെത്തിക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹു, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വേദനയും പ്രയാസവും അടിച്ചമർത്തലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നീ യഥാർത്ഥത്തിലും ശാശ്വതമായിട്ടുമുള്ള മോചനം നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ റബ്ബേ, മുസ്ലിം ഉമ്മത്തിന്റെ അന്തസ്സും അഭിമാനവും രക്തവും സമ്പത്തും ന്യായമായ രീതിയിൽ സംരക്ഷിക്കാൻ
സംരക്ഷിക്കാൻ കഴിയുന്നവരുടെ കയ്യിലേക്ക് ഈ രാജ്യത്തിന്റെ അധികാരം നീ ഏൽപ്പിക്കണേ അല്ലാഹ്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان